യുദ്ധം, വെടിനിർത്തൽ, സമാധാന ശ്രമങ്ങൾ, ഒടുവിൽ സമാധാന കരാർ അതിലേക്ക് നീങ്ങുകയാണ് എന്ന് തോന്നിച്ചപ്പോൾ ഇറാനിൽ അമേരിക്കയുടെ ആക്രമണം, പിന്നാലെ ഇറാന്റെ പ്രത്യാക്രമണം, സമാധാനം വീണ്ടും അകലുകയാണ് എന്ന് തോന്നിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും ഇറാന്റെ പരിഹാസവും തുടർന്നു. എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിച്ചിടത്ത് വീണ്ടും പ്രതീക്ഷയുടെ വാർത്തകൾ ഉയരുകയാണ്. താൽക്കാലിക വെടിനിർത്തൽ കരാർ എന്നതിനപ്പുറം ശാശ്വതമായ യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് ഇറാനും US-ഉം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 60 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ US-ഉം ഇറാനും ധാരണയിലെത്തിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അന്താരാഷ്ട്ര മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കൂടി ലഭിച്ചാൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുകയും ചെയ്യും. അതിനിടയിലാണ് ശാശ്വതമായ യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച് ഇപ്പോഴും ഏറിയും കുറഞ്ഞും തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഉന്നത തലത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിനിർണായകമായ 2 പോയിന്റുകൾ ഉൾപ്പെടുന്ന വെടിനിർത്തൽ പദ്ധതിയാണ് പരിഗണനയിലുള്ളത്. $300 ബില്യൺ നിക്ഷേപ പാക്കേജും നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് വിഷയവും കരാറിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകർ കരാറിനെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാറിലെത്തിയാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് $300 ബില്യൺ നിക്ഷേപ പദ്ധതി കരാറിന്റെ കരട് രൂപത്തിൽ ഇറാൻ എഴുതി ചേർത്തത്. 3 മാസത്തിലധികം നീണ്ട സംഘർഷത്തിലും ബോംബാക്രമണത്തിലും തകർന്ന ഇറാനെ പുനർനിർമ്മിക്കുന്നതിനാണ് ഇത്രയും ബൃഹത്തായ നിക്ഷേപ പദ്ധതി ഇറാൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം മാസങ്ങളോളമായി തുടരുന്ന ഇറാന് മേലുള്ള അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് തകർന്ന സമ്പദ് വ്യവസ്ഥ തിരിച്ചു പിടിക്കേണ്ടതും ഇറാന്റെ ആവശ്യമാണ്. ഇതും പര്യാപ്തമാണോ എന്ന ചർച്ചകളും കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ട്. കാരണം $300 ബില്യൺ മുതൽ $1 ട്രില്യൺ വരെയാണ് യുദ്ധത്തിൽ ആകെ ഇറാനുണ്ടായ നഷ്ടമെന്നാണ് ചില ആഭ്യന്തര കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇറാൻ പുനർനിർമ്മാണ സംവിധാനം എന്ന നിലയ്ക്കാണ് ഈ നിർദ്ദേശത്തെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ കാണുന്നത്. ഇറാന് മേലുള്ള വ്യാപാര സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിച്ചാൽ നിക്ഷേപ പങ്കാളിത്തത്തിലൂടെയും സംയുക്ത സംരംഭങ്ങളിലൂടെയും പ്രധാന US എണ്ണ ഊർജ കമ്പനികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ വ്യാപാര നിക്ഷേപ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതാണ് കരട് കരാർ എന്നാണ് അറിയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവിയാണ് കരടിലെ മറ്റൊരു പ്രധാന വിഷയം. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനായി കടലിടുക്ക് തുറന്നേക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം പിൻവലിക്കുന്നത് ഹോർമൂസ് വഴിയുള്ള സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. മറ്റൊന്ന് ഭാവിയിൽ ജലപാതയുടെ നിയന്ത്രണാധികാരമാണ്. ഹോർമൂസ് കടക്കാൻ കപ്പലുകൾക്ക് സേവന ഫീസോ ടോളോ ചുമത്താനുള്ള അവകാശം ഇറാന്റെയും ഒമാന്റെയും അവകാശമായി നിലനിർത്തണമെന്നാണ് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്നത്. പക്ഷേ ഇക്കാര്യം ട്രംപിന് സമ്മതമല്ല. ടോൾ എന്ന ആവശ്യം നിരസിച്ച ട്രംപ് ഹോർമൂസ് അന്താരാഷ്ട്ര ഷിപ്പിംഗിനായി തുറന്നിരിക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിനും അനുവദിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കിടക്കണം. ഏതെങ്കിലും ഒരു രാജ്യം നിയന്ത്രിക്കേണ്ട ഒന്നല്ല ഹോർമൂസ് എന്നും രാജ്യാന്തര ജലപാതയാണ് ഇതെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഹോർമൂസിന്റെ നിയന്ത്രണത്തിന് അവകാശം ഉന്നയിച്ചാൽ ഒമാനെ തകർക്കും എന്നുകൂടി ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുന്നതും കരാറിന്റെ ഭാഗമാണ്. വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് വിട്ടുകിട്ടിയാൽ ഇറാന്റെ പുനർനിർമ്മാണത്തിനടക്കം ഈ ഫണ്ട് ഉപയോഗിക്കാനാകും. വിദേശ ബാങ്കുകളിൽ ഏകദേശം $24 ബില്യൺ മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് ഭാഗികമായെങ്കിലും വിട്ടുകിട്ടാതെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. $20 ബില്യൺ ആസ്തികളും മരവിപ്പിച്ചു കിടക്കുകയാണ്. ഇവയും വിട്ടുകിട്ടണം. ഇതിന് പുറമെയാണ് യൂറോപ്പ് അടക്കമുള്ളവയുമായി ഇറാന്റെ വ്യാപാര ബന്ധത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം. ഈ ഉപരോധം നീക്കിയാൽ ഇറാനിലേക്ക് കൂടുതൽ വിദേശ നാണ്യം ഒഴുകിയെത്തുമെന്ന് ഇറാൻ കരുതുന്നു. ഇതിനായുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വീണ്ടും സംഘർഷമുണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെയാണ് പുതിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നതും. പാകിസ്ഥാൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ മധ്യസ്ഥർ ആഴ്ചകളായി US-നും ഇറാനും ഇടയിൽ ഒരു ധാരണയിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ വൈകിപ്പിക്കുകയോ ചർച്ച ചെയ്യുന്ന വ്യവസ്ഥകളെ തെറ്റായി പ്രതിനിധീകരിക്കുകയോ ചെയ്തുവെന്ന് ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചതിനാൽ പലപ്പോഴും ചർച്ചകൾ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി.
അതിനിടയിലാണ് US-ഉം ഇറാനും തമ്മിൽ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ നീട്ടാൻ ധാരണയിൽ എത്തിയതായുള്ള വിവരം പുറത്തുവരുന്നത്. വെടിനിർത്തൽ കരാർ നീട്ടുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനിടയിൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ പുതിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ബന്ദർ അബ്ബാസിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇതിന് ബദലായി അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. എവിടെയുള്ള വ്യോമതാവളമാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. തങ്ങൾക്കെതിരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടി നൽകുമെന്നും കൂടുതൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുമാണ് IRGCയുടെ മുന്നറിയിപ്പ്. അമേരിക്ക നടത്തിയ ആക്രമണത്തെ മുൻകരുതലിന്റെ ഭാഗമായുള്ള പ്രതിരോധമെന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങോട്ട് ആക്രമിച്ചത് എന്നാണ് അവരുടെ ന്യായം. ഹോർമൂസ് കടലിടുക്കിന് ഭീഷണിയാണ് എന്ന് കണ്ടെത്തിയ ഇറാന്റെ 4 ഡ്രോണുകൾ വെടിവെച്ചിടുകയും 5ാമത്തെ ഡ്രോൺ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന താവളവും ആക്രമിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇതിനിടയിൽ തന്നെ മിസൈൽ ഡ്രോൺ ആക്രമണം നേരിട്ടതായി കുവൈറ്റ് സൈന്യവും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും US-ഉം ഇറാനും ഇടയ്ക്കിടെ ആക്രമണം തുടരുന്നതിനാൽ കരാർ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതായി നയതന്ത്രജ്ഞർ പറയുന്നു. സൈനിക നടപടികൾ കടുക്കുന്നത് നയതന്ത്ര ശ്രമങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുമെന്ന വിലയിരുത്തലുമുണ്ട്. മാത്രമല്ല, ഇതിനകം ദുർബലമായ പ്രാദേശിക ഊർജ്ജ വിപണികളെ ഈ സൈനിക നടപടികൾ കൂടുതൽ നശിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ട്. ആദ്യം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കുക. 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ കൂടുതൽ വിശാലമായ ചർച്ചകൾക്ക് ഇടം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. അതേസമയം നയതന്ത്ര ചർച്ചകളിലെ ഏറ്റവും സെൻസിറ്റീവായ ആണവ പദ്ധതി 2ാം ഘട്ട ചർച്ചകളിലേക്ക് മാറ്റിയേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ കൈകാര്യം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളെയും പ്രതിജ്ഞാബദ്ധരാക്കുകയാണ് ആദ്യം ചെയ്യുക. യുറേനിയം സ്റ്റോക്ക് അമേരിക്കയിലേക്ക് മാറ്റണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. റഷ്യയോ ചൈനയോ ഇത് ഏറ്റെടുക്കുന്നതിനെ ട്രംപ് എതിർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഇറാന് സമ്മതമല്ല. പക്ഷേ റഷ്യയിലേക്ക് മാറ്റാനാണ് എങ്കിൽ ഇറാൻ അംഗീകരിക്കുമെന്നാണ് വിവരം. അതോടൊപ്പം സ്ഥിരമായ ഒരു കരാറിലെത്തിയാൽ നിലവിലുള്ള ഉപരോധങ്ങൾ ക്രമേണ പിൻവലിക്കപ്പെടുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വ്യവസ്ഥയും ഈ കരാറിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒരു തവണയെങ്കിലും ചർച്ച നടത്തിയ വിഷയമാണ് ഇത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ അടുത്തിടെ സൈനിക ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇരുപക്ഷവും കരാറിനോട് അടുത്തു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മിക്ക ചർച്ചകളും പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥർ വഴിയാണ് നടന്നത് എന്നതിനാൽ അമേരിക്കക്കാരും ഇറാനികളും മെമ്മോറാണ്ടത്തിന്റെ ഒരേ പതിപ്പിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇറാനിൽ ആർക്കാണ് ഒരു കരാറിൽ ഒപ്പിടാൻ അധികാരമുള്ളത് എന്ന് വ്യക്തമല്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള കരാറിന്റെ കരടിൽ ചർച്ചകളുടെ കാലയളവിൽ ലെബനനിൽ ഉൾപ്പെടെ എല്ലായിടത്തും യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കണം. കൂടുതൽ വിശാലവും സ്ഥിരവുമായ ഒരു കരാറിനായുള്ള ചർച്ചകളുടെ കാലയളവിലേക്ക് മാത്രമാണ് ധാരണാപത്രം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഇറാൻ പറയുന്നുണ്ട്.